അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, സ്വന്തം സ്രഷ്ടാവിനെ തിരിച്ചറിയുക എന്നത് സൃഷ്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആത്മസായുജ്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലവും വിധാനവുമാണ്. സ്രഷ്ടാവിനെ അറിയാത്ത കാലത്തോളം സൃഷ്ടി അതിൻ്റെ യഥാർത്ഥ ഉത്തരവാദിത്തത്തിൽ നിന്ന് തികച്ചും പുറകോട്ട് പോകും. പ്രത്യേകിച്ച് മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാത്തമായ കഴിവുകൾ നൽകിയിട്ടുണ്ട്. സർഗസിദ്ധികൾ, ഗ്രാഹ്യത, വലിയ ബുദ്ധി, അപാരമായ ചിന്താക്കഴിവ്, ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയ ഏറ്റവും അത്യുദാത്തമായ ഗുണവിശേഷണങ്ങളാണ്. ഈ മഹാസൗകര്യങ്ങളുടെ നിറവിൽ നിന്നുകൊണ്ട് തനിക്ക് കഴിയാവുന്നതിൻ്റെ പരമാവധിയിൽ ഉപയോഗപ്പെടുത്തി തൻ്റെ സ്രഷ്ടാവിനെ താൻ കണ്ടെത്തുകയും അറിയുകയും തൻ്റെ സ്രഷ്ടാവിൻ്റെ വഴിഞ്ഞൊഴുകുന്ന സ്നേഹവും അവൻ്റെ മഹാപ്രകാശവും അവൻ്റെ അറ്റമില്ലാത്ത അനുഗ്രഹവും, അനുഗ്രഹം എന്ന് പറഞ്ഞാൽ അനുഗ്രഹം ദാതാവ് എന്ന നിലയിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന് ഒരു പരിധിയില്ല. വറഹ്മതി വസിഅത് കുല്ല ശൈ, എന്തിനേക്കാളും വിശാലമാണ് എൻ്റെ കാരുണ്യവും അനുഗ്രഹവും എന്ന് പറഞ്ഞവനാണ് അള്ളാഹു. അങ്ങനെയുള്ള തൻ്റെ സ്രഷ്ടാവിൻ്റെ അനുഗ്രഹം, അവൻ്റെ കാരുണ്യം, അവൻ്റെ ഉദാത്തമായ നിഅമത്തുകളും അവൻ തനിക്ക് നൽകിയ, തന്നെ തിരഞ്ഞെടുത്തത്, തന്നെ കലാചാതുരതയുള്ള ഈ മഹാശൈലിയിൽ തന്നെ ഉടച്ചു വാർത്തെടുത്തത്, എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് തനിക്കവൻ ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് തൻ്റെ മഹത്വം എന്ന് പറയുന്നത് തൻ്റെ സ്രഷ്ടാവിൻ്റെ മഹത്വമാണ്. ശില്പത്തിൻ്റെ മഹത്വം യഥാർത്ഥത്തിൽ ശില്പിയുടെ മഹത്വമാണ്. ചിത്രത്തിൻ്റെ മഹത്വം എന്നത് ചിത്രകാരന്റെ മഹത്വമാണ്. പ്രൊഡക്റ്റിന്റെ വലിപ്പത്തരം കൃത്യമായും അത് കമ്പനിയുടെ വലിപ്പത്തരമാണ്. അത് തീർച്ചയായും അങ്ങനെയാണ്. ശില്പി സമുന്നതമായി തീരുന്നത് അത് മൈക്കലാഞ്ചലോവിൻ്റെ ശില്പമാണെന്ന് പറയുമ്പോൾ അത് ആ ശില്പം അത് എന്താണെങ്കിലും അത് മൈക്കലാഞ്ചലോവിൻ്റെ ചിത്രം എന്ന ശില്പം എന്ന നിലയിൽ തൻ്റെ ശില്പിയുടെ മഹത്വമാണ് സത്യത്തിൽ ശില്പത്തിൻ്റെ ഏറ്റവും വലിയ ഭംഗി തന്നെ. അതിൽ ഏതൊരാളും അതിൻ്റെ ഗരിമയും മഹത്വവും ഉൾക്കൊള്ളും. ആ മൈക്കലാഞ്ചലോവിൻ്റെ ഒരു ശില്പത്തിന് അതിൻ്റെതായ ചില ന്യൂനതകൾ കണ്ടെത്താൻ കഴിഞ്ഞാൽ പോലും ആ ന്യൂനതകളെല്ലാം അനുവാചകൻ ഉൾക്കൊണ്ട് അത് മൈക്കലാഞ്ചലോവിൻ്റെ ശില്പമാണ് എന്ന നിലയിൽ അത് ഉൾക്കൊള്ളും. മനോഹരമായ എണ്ണച്ചായ ചിത്രങ്ങൾ വരച്ച് 100 കൊല്ലത്തിനുള്ളിൽ മനുഷ്യ ചരിത്രത്തെ അത്ഭുതപ്പെടുത്തിയ വിൻസെന്റ് ബാങ്കോക്കിനെ പോലെയുള്ള ഒരു മഹാചിത്രകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചിത്രമാവുക എന്നത് തന്നെയാണ് ആ ചിത്രത്തിന്റെ ഏറ്റവും വലിയ മഹത്വം. ഇതാകട്ടെ ഒരു ന്യൂനതയും ദർശിക്കാൻ കഴിയാത്ത വിധത്തിൽ മഹാസംവിധാനവും സൃഷ്ടികർമ്മവും നടത്തിയിട്ടുള്ള മഹാനായ അല്ലാഹു. ആ അള്ളാഹുവിനെ അറിയുക എന്നത് തന്നെ കുറിച്ചുള്ള തൻ്റെ ആത്മാവിലേക്കുള്ള പ്രയാണമാണ്. താൻ തന്നെ കണ്ടെത്തലാണ്. തനിക്ക് നൽകിയ മഹത്വത്തെ താൻ തിരിച്ചറിയലാണ്. തൻ്റെ അള്ളാഹുവിനെ താൻ അറിയുന്നത്, തൻ്റെ സ്രഷ്ടാവിനെ അറിയുന്നത് താൻ തന്നെ അറിയലാണ്. പരമാണു മുതൽ പരമാണ്ഡ ഘടാകങ്ങൾ വരെ അറിയലാണ്. സത്യത്തിൽ എന്തിനേയും അറിയാനുള്ള ഒരു ത്വര നമ്മിൽ വർദ്ധിക്കുമ്പോഴും ആത്മജ്ഞാനികൾ എന്ന് പറയുന്ന നമ്മെപ്പോലെയുള്ളവരിൽ പോലും സ്രഷ്ടാവിനെ പറ്റിയുള്ള അന്വേഷണം ഈ ഭൗതിക കാലഘട്ടത്തിൽ വളരെ വളരെ ശുഷ്കമായി കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആത്മാവിൻ്റെ മഹാതീർത്ഥത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണിത്. ആത്മാവിൻ്റെ അള്ളാഹുവിനെ അറിയാനുള്ള മഹാസാഗരത്തിൽ ഒന്ന് മുങ്ങാനുള്ള ഒരു ചെറിയ എളിയ ഒരു ശ്രമമാണിത്. എൻ്റെ ശ്രമവും അധ്വാനവും എത്ര ചെറുതാണെങ്കിൽ പോലും അതിൻ്റെ വിശുദ്ധമായ ലക്ഷ്യത്തിൽ അത് വിശുദ്ധവും അത് പരിപാവനവുമാണെന്ന് അനുവാചകരെ വളരെ വിനയത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ വിഷയത്തിൻ്റെ മുന്നിൽ ഏതൊരാളെയും, മനുഷ്യ സമൂഹത്തിലെ സകല ആളുകളെയും നമ്മൾ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുകയാണ്. മാർച്ച് 29-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ മുതൽ കോഴിക്കോട് ജില്ലയിലെ മാവൂരിനടുത്ത് പാഴൂർ ദാറുൽ ഖുർആൻ അങ്കണത്തിൽ അതിനുവേണ്ടി മാത്രം കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഒരു വേദിയിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ അതികാലത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങി
7 മണി മുതൽ 9 മണി വരെ അല്ലാഹു ജല്ല ജലാലു അവന്റെ അണമുറിയാത്ത അനുഗ്രഹങ്ങൾ, അവന്റെ കരുണ, അവൻ നമുക്ക് മേൽ ചൊരിഞ്ഞിട്ടുള്ള ഉദാത്തമായ സ്നേഹം, ഒട്ടകം പോലും തന്റെ കുട്ടിക്ക് ചവിട്ടുകൊള്ളാതിരിക്കാൻ വേണ്ടി അത് കാല് പൊക്കി പിടിക്കുന്നത് കണ്ടപ്പോൾ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ മിണ്ടാ പ്രാണി പോലും അങ്ങനെയാണെങ്കിൽ കോടാനക്കോടി ഒട്ടകങ്ങളെയും സൃഷ്ടിജാലങ്ങളിലും ഈ കരുണ നിറച്ചിട്ടുള്ള അള്ളാഹുവിന്റെ കാരുണ്യം എത്രയാണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരാണ് പുണ്യ റസൂൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള, നാം അറിയുമ്പോഴേത്തിന് പൊട്ടി പൊട്ടി കരഞ്ഞു പോകുന്ന, അള്ളാഹു നമ്മെ സ്നേഹിച്ചും അള്ളാഹു നമ്മെ സാന്ത്വനപ്പെടുത്തിയും അള്ളാഹു പ്രയാസങ്ങളിൽ നമ്മുടെ കൂടെ നിന്നും, ഇന്ന മഅൽ ഉസ്രി യുസ്റ, പ്രയാസത്തിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്ന് പറഞ്ഞില്ലേ? കൂടെയുണ്ട് എന്നല്ലേ പറഞ്ഞത്? എപ്പോഴും കൂടെയുണ്ട് എന്നാ പറഞ്ഞത്. ഞെരുക്കത്തിന് ശേഷം എളുപ്പമെന്നല്ല, ഞെരുക്കമുണ്ടാകുമ്പോൾ അള്ളാഹു കൂടെ നിന്ന് നിന്നെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. അനുഗ്രഹത്തിന് അർഹതയില്ലാത്ത കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം നിന്നെ തേടി വരുന്നു. നിന്നെ ഒരു കലാചാരിതയുള്ള സൃഷ്ടിയായി അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നു. നിന്റെ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിനു ശേഷം നിന്റെ കാതിൽ മുഴങ്ങിയ ആദ്യത്തെ ശബ്ദം അല്ലാഹ്. ഈ പരിപാവനമായ ശബ്ദത്തിന്റെ പൊരുൾ തേടിയുള്ള ഒരു യാത്രയാണിത്. ഇതൊരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ അവസാനിക്കുന്ന ഒരു സംഗതിയല്ല. അള്ളാഹു എനിക്ക് ഊർജവും കഴിവും അനുഗ്രഹവും ചെയ്തു തന്നാൽ അള്ളാഹു അൽഹംദുലില്ലാഹ്, അവൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം അപാരമാണ്. അള്ളാഹുവിന്റെ അപാരമായ വളരെ ചെറിയ ഈ അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹത്തിന്റെ ചെറിയ ഒരു മൂലയിൽ ഇരുന്ന് 1000-ലേറെ വിഷയങ്ങൾ മലയാളിയുടെ മുന്നിൽ സമർപ്പിക്കാൻ ഈ എളിയ ശ്രമത്തിൽ അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അള്ളാഹുവിന് വേണ്ടിയുള്ള ഒരു അന്വേഷണമാണ്. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ പാഴൂർ ദാറുൽ ഖുർആനിൽ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണി മുതൽ 9 മണി വരെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വാഗതം. ജാതി മത ഭേദമന്യേ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനി ഒരു വ്യവച്ഛേദനവുമില്ല, ഒരു വിവേചനവുമില്ല. എല്ലാ മനുഷ്യർക്കും സ്വാഗതം, എല്ലാ സഹോദരങ്ങൾക്കും സ്വാഗതം. മുസ്ലിം സമുദായത്തിൽ എത്രയെത്രയോ അവാന്തര വിഭാഗങ്ങളുണ്ട്. എന്തൊക്കെ വിഭാഗീയതകൾ ഉണ്ടായാലും എല്ലാം മാറ്റിവെച്ച് എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ അല്ലാഹു ജല്ല ജലാലു അള്ളാഹുവിനെ പറ്റിയുള്ള ഒരു സമർപ്പണ പ്രഭാഷണം, അവന്റെ അനുഗ്രഹങ്ങളെയും കാരുണ്യങ്ങളെയും പറയുന്ന ഒരു പ്രഭാഷണം, അതിനുശേഷം അവന്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്ന, അവന്റെ മനോഹരമായ അള്ളാഹുവിന്റെ അതിമനോഹരമായ അവനെ വർണ്ണിക്കുന്ന അല്പം അറബി കവിതകൾ, പിന്നെ അള്ളാഹുവിനെ സനാ, അവന്റെ ഔസാഫുകൾ, അറ്റമില്ലാത്ത അവന്റെ സിഫത്തുകളെ മുൻനിർത്തിയ ഒരു എളിയ ദുആയും 2 മണിക്കൂറിൽ ഒതുങ്ങുന്ന വളരെ വ്യത്യാസപ്പെട്ട ഒരു പരിപാടിയിലേക്ക് ഞാൻ നിങ്ങളെ, ആ പരിപാടിയുടെ സംവിധായകൻ, അതിൻ്റെ ആ പരിപാടി അവതരിപ്പിക്കുന്ന ആൾ എന്ന നിലയിൽ വർഷങ്ങളായി എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഒരു ആഗ്രഹമാണിത്. ഇങ്ങനെ ഒരു പരിപാടി നടത്തണം. അല്ലാഹ്, ഇത്രയേറെ സൗകര്യങ്ങൾ നിനക്ക് ഞാൻ ചെയ്തു തന്നിട്ട് അല്ലാഹ് എന്ന ഒരു വിഷയം മലയാളിയുടെ മുന്നിൽ സമർപ്പിക്കുന്ന കാര്യത്തിൽ നീ എന്തുകൊണ്ട് ശ്രദ്ധിച്ചില്ല എന്ന ചോദ്യത്തിന് ലളിതമായ ഏറ്റവും ചെറിയ വിനയാന്വിതനായ ഒരു മറുപടിക്ക് എനിക്കും നിങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വളരെ താഴ്മയായി അപേക്ഷിച്ച് നിങ്ങളോടെല്ലാവരോടും അപേക്ഷിക്കുന്നതോടൊപ്പം ആ പരിപാടിയിൽ നിങ്ങളെല്ലാവരും വന്നെത്തണം. എല്ലാ കുടുംബങ്ങളും, എല്ലാ സുഹൃത്തുക്കളും, എല്ലാ വ്യക്തികളും, എല്ലാ ജാതി മതസ്ഥരും, മതത്തിൽ തന്നെ സുന്നി മുജാഹിദ് ജമാഅത്ത് ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ ജനങ്ങളും, ഒരു വിവേചനവുമില്ലാതെ എല്ലാവരും അല്ലാഹു ജല്ല ജലാലു സ്വന്തം സൃഷ്ടാവിനെ കുറിച്ചുള്ള ഒരു അന്വേഷണമാണിത്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ലാത്ത ഒരു വാക്കോ പ്രവൃത്തിയോ പരിപാടിയിൽ ഉണ്ടാവുകയില്ല. എല്ലാവരും ആ പരിപാടിയിൽ വന്നെത്തി ആ അനുഗ്രഹ പ്രഭാഷണത്തിന്റെ വേദിയിൽ അള്ളാഹുവെ കുറിച്ചുള്ള ആ മഹിതമായ സന്ദേശങ്ങൾ, അവന്റെ ഔസാഫുകൾ, അവന്റെ അനുഗ്രഹങ്ങൾ, അവന്റെ സ്നേഹം, അവന്റെ ഉദാത്തമായ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുന്ന ആ മനോഹരമായ സദസ്സിൽ എല്ലാവരും വന്നെത്തി ഈ സാധുവിന്റെ ആ ശ്രമത്തിന്റെ കൂടെ നിൽക്കണമെന്ന് വളരെ വിനയത്തിലും താഴ്മയിലും എല്ലാ സോദരങ്ങളെയും സോദരിമാരെയും ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അപേക്ഷിച്ചുകൊണ്ട്
എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7 മണി മുതൽ 9 മണി വരെ കോഴിക്കോട് ജില്ലയിൽ മാവൂരിനടുത്ത് പാഴൂർ ദാറുൽ ഖുർആനിൽ ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 7 മണി മുതൽ ആരംഭിക്കും. എല്ലാവരെയും സഹോദര സഹോദരിമാരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ അറ്റമില്ലാത്ത അനുഗ്രഹങ്ങൾ കൊണ്ട് വീണ്ടും അള്ളാഹു നമ്മെ പൊതിയട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.